PSC ഡയറിയിലേക്ക് സ്വാഗതം. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിലെ വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പുസ്തകത്തിൽ വേറെയും ടോപ്പിക്കുകളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതേപോലെ സുപ്രധാന നിയമങ്ങളുണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അതേപോലെ സയൻസ് ഉണ്ട്, അങ്ങനെ നമ്മുടെ കല, ശാസ്ത്രം, സാഹിത്യം, അങ്ങനെ ഒത്തിരി ടോപ്പിക്കുകളുണ്ട്. ഈ ടോപ്പിക്കുകളെല്ലാം ഞാൻ നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ മുഖ്യധാര റാങ്ക് ഫയലുകളിലൊക്കെ കാണാത്ത വ്യത്യസ്തമായ പ്രസ്താവനകൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകമാണ് ഈ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ പഠിപ്പിക്കുന്ന ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ നിങ്ങൾ ഇത് മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൽ വ്യത്യസ്തമായ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ബോധ്യപ്പെടും. അത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് പ്രസ്താവന രീതിയിലുള്ളതാണ്. അതുമല്ല, ഇവരുടെ ഈ ശൈലി എന്ന് പറയുന്നത് ശരിക്കും ഇത് തന്നെ എടുത്തിട്ട് പ്രസ്താവന ചോദ്യങ്ങളാക്കി വരാൻ സാധ്യതയുള്ള ശൈലിയിലാണ് ഇവരിത് സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന രാവിലെ 5 മണിക്കും വൈകിട്ട് 7 മണിക്കും രാത്രി 8 മണിക്കും ഒക്കെയാണ്. അപ്പോൾ ഇത് കൂടാതെ നമുക്കിതിലെ ടോപ്പിക്കുകൾ പരീക്ഷയ്ക്ക് മുമ്പേ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ടൈമിൽ വീഡിയോ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എക്സ്ട്രാ ടൈമിൽ ഇടുമ്പോൾ അത് ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുവരെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് നോക്കാം. പിന്നെ ഇതിൽ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന പോയിന്റ് ആണെങ്കിൽ ഒരു തവണ പറയേണ്ട ആവശ്യമുള്ളൂ. ഉദാഹരണത്തിന് കേരളത്തിലെ ഭരണഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്, അല്ലേ? ഇത് നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ അങ്ങനെ അറിയാവുന്ന പോയിന്റുകളൊക്കെ വെറുതെ നമ്മൾ പഠിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ജയ ജയ കോമള കേരളധരണി, ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ബോധേശ്വരൻ രചിച്ച കേരള ഗാനത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായി അംഗീകരിച്ചത് 2014 അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ചോദ്യം ഇതാണ്: കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം ഏതാണ്? ജയ ജയ കോമള കേരളധരണി. ഈ സാംസ്കാരിക ഗാനം രചിച്ച വ്യക്തി ബോധേശ്വരൻ, അല്ലേ? ഈ സാംസ്കാരിക ഗാനം രചിച്ച വ്യക്തി ബോധേശ്വരൻ. ഇനി ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായി അംഗീകരിച്ച വർഷം 2014. ഇനി അടുത്തത് കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞ, അല്ലെ? കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞയായ എന്താണ് ആ ഭാഷാ പ്രതിജ്ഞ? എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, അതാണ് ഭാഷാ പ്രതിജ്ഞയുടെ പേര്. ഈ പ്രതിജ്ഞ രചിച്ചത് ആരാണെന്നാണ്. ഇത് രചിച്ചത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ ഏതാണ്? എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, MT വാസുദേവൻ നായർ. അപ്പോൾ ഈ ഒരു ഭാഷാ പ്രതിജ്ഞ ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് 2018 ഒക്ടോബർ 21 മുതലാണ്. ഈ 2018 ഒത്തിരി പ്രാധാന്യമുണ്ട്. ചക്കയെ അംഗീകരിച്ചത് 2018. അതുപോലെ ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിക്കുന്നത് 2018. അപ്പോൾ ഇങ്ങനെ പല പ്രാധാന്യങ്ങൾ 2018 അപ്പോൾ 2018 ഒക്ടോബർ 21 ഭാഷാ പ്രതിജ്ഞ ഉപയോഗിച്ചു തുടങ്ങിയത്. ഇനി കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമാണ് പുഷ്പം. ഇത് നമുക്കറിയാം, കണിക്കൊന്നയാണ്, അല്ലേ? കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണെന്നും നമുക്കറിയാം. എന്താണ്? കാഷ്യ ഫിസ്റ്റുല എന്നാണ്. കാഷ്യ ഫിസ്റ്റുല. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമായ ആന, അല്ലേ? ആന ഔദ്യോഗിക മൃഗമാണെന്നറിയാം. അതിൻ്റെ ശാസ്ത്രനാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്, ആന. അതേപോലെ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം എന്തെന്ന് നമുക്കറിയാം. അത് തെങ്ങാണ്, അല്ലേ? തെങ്ങ്. കൊക്കോസ് ന്യൂസിഫറ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. അതേപോലെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയെ നമുക്കറിയാം, മലമുഴക്കി വേഴാമ്പലാണ്. അത് ബ്യൂസറസ് ബൈക്കോർണിസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതൊക്കെ നമുക്ക് കുറേ നാളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്, അറിയാവുന്ന കാര്യങ്ങളാണ്. അത് വെറുതെ വായിച്ച് ടൈം കളയുന്നില്ല. പക്ഷേ ഇവിടെ അറിയാൻ പാടില്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാനൊരു കാര്യം പറയാം. മലമുഴക്കി വേഴാമ്പലിൻ്റെ കൊക്കിൻ്റെ നിറം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? അത് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ കൊക്കിൻ്റെ നിറം മഞ്ഞയാണ്. ഇനി നിങ്ങൾ ഈ വേഴാമ്പലിനെ പടം കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, അല്ലേ? അതിൻ്റെ കൊക്കിൻ്റെ നിറം മഞ്ഞയാണ്. എല്ലാവരും അല്ല കേട്ടോ, ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അടുത്തത് ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച
തീയതിയാണ് 2018 നവംബർ 12 അല്ലേ? നമ്മൾ നേരത്തെ 2018 ഒക്ടോബർ 21 പഠിച്ചു. എന്താണ് ഒക്ടോബർ 21 പഠിച്ചത്? അത് ഭാഷാ പ്രതിജ്ഞ ഉപയോഗിച്ചു തുടങ്ങിയ വർഷമാണ് 2018 ഒക്ടോബർ 21. ഇപ്പോൾ പറയുന്നതോ ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതിയാണ് 2018 നവംബർ 12 എന്ന് പറയുന്നത്. അടുത്ത ഒരു പോയിന്റ് നോക്കുക. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പാപ്പിലിയോ ബുദ്ധ എന്നാണ്. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ എന്നാണ്. കരിമീനിനെ പേൾ സ്പോട്ട് എന്നാണ് വിളിക്കുന്നത്. സംസ്ഥാന മത്സ്യമായി അംഗീകരിച്ചത് 2010 കരിമീനിനെ സംസ്ഥാന മത്സ്യമായി അംഗീകരിച്ചത് 2010 കരിമീനിൻ്റെ ശാസ്ത്രനാമമുണ്ട്. അത് ഇട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നാണ്. ഇട്രോപ്ലസ് സുരാറ്റൻസിസ്, കരിമീനിൻ്റെ ശാസ്ത്രനാമം ഇട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നാണ്. ചക്കയെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് 2018 മാർച്ച് 21 ചക്കയെ 2018 മാർച്ച് 21 അല്ലേ? അപ്പോൾ 2018 ഒക്ടോബർ 21 അല്ലെ ഭാഷാ പ്രതിജ്ഞ ഉപയോഗിച്ചു തുടങ്ങി. 2018 നവംബർ 12 അല്ലേ? നവംബർ 12 എന്താണ് നവംബർ 12 സംഭവിച്ചത്? നമ്മുടെ ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ചു 2018 നവംബർ 12. അതുപോലെ 2018 മാർച്ച് 21 ചക്കയെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചു അല്ലേ? ഇനി കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം എന്ന് പറയുന്നത് ഇളനീരാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം എന്ന് പറയുന്നത് ഇളനീരാണ് അല്ലേ? ഇളനീരാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം എന്ന് പറയുന്നത്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെ കുറിച്ചിട്ടാണ്. സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ. അതിലാദ്യം നമ്മൾ പഠിക്കുന്നത് കാർഷിക പദ്ധതിയാണ്. കാർഷിക പദ്ധതി ഇത് സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അണ്ണാറക്കണ്ണനാണ് ചില്ലു എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാന കൃഷി വകുപ്പാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ആ പദ്ധതിയുടെ പേരാണ് ഞങ്ങളും കൃഷിയിലേക്ക്. ഈ പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട അണ്ണാറക്കണ്ണനാണ് ചില്ലു എന്ന് പേരിട്ടിട്ടുള്ളത്. ചില്ലു. അടുത്തത് കേരള കൃഷി വകുപ്പിൻ്റെ തന്നെയാണ്. കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ AIMSന്റെ പൂർണ്ണരൂപമാണ് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. AIMS അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. അടുത്ത ഒരു പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം എന്നാണ് പദ്ധതിയുടെ പേര് അല്ലേ? മുറ്റത്തൊരു മീൻതോട്ടം എന്നാണ് പദ്ധതിയുടെ പേര്. ഈ പദ്ധതി ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം എന്ന പദ്ധതി. മുറ്റത്തൊരു മീൻതോട്ടം ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം എന്ന പദ്ധതി. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ക്ഷീരഗ്രാമം എന്നൊരു പദ്ധതിയാണ്. ഇത് കേരളത്തെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. കേരളത്തെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ഷീരഗ്രാമം പദ്ധതി. ക്ഷീരഗ്രാമം. അടുത്തത് മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി KSRTCയും അതേപോലെ KSRTCയുമായി ചേർന്നിട്ട് മിൽമയും KSRTCയുമായി ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഫുഡ് ട്രക്ക്. ഈ പദ്ധതി നിങ്ങൾക്ക് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ KSRTC സ്റ്റാൻഡിൽ ചെന്നാൽ കാണാൻ കഴിയും. നമ്മൾ ആ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ബസ്, ആ ബസ്സിൽ മിൽമയെ ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് മിൽമയുടെ ഫുഡ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്. അതാണ് ഫുഡ് ട്രക്ക്. വേറെ സ്റ്റേഷനിൽ ഉണ്ടാവും. ഞാൻ തൃശ്ശൂരാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ് സ്റ്റാൻഡിൽ അതുണ്ട്. ഫുഡ് ട്രക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാനിത് കണക്ട് ചെയ്ത് പറയുന്നത്, നിങ്ങൾ ഈ ഫുഡ് ട്രക്ക് എന്ന് കേൾക്കുമ്പോൾ ഇനി മിൽമ പ്ലസ് KSRTC ചേർന്നിട്ടുള്ളൊരു പദ്ധതി എന്ന് കേൾക്കുമ്പോൾ ഫുഡ് ട്രക്ക് ഓർമ്മ വരണം. അടുത്തത് എല്ലാവരും പാടത്തേക്ക് എന്നൊരു പദ്ധതിയാണ്. എല്ലാവരും പാടത്തേക്ക് എന്തിനാണ്? നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. അത് നിങ്ങൾ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും പാടത്തേക്ക് ഇറങ്ങിയാണെന്ന് വിചാരിക്കുക. എല്ലാവരും പാടത്തേക്ക് ഇറങ്ങി, എല്ലാവരും കൃഷി ചെയ്യുന്നു. അപ്പോൾ നെല്ലുൽപാദനം വർദ്ധിക്കും, ഇരട്ടിയാകും. അത് തന്നെയുള്ള ആ പേരിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം അല്ലേ? എല്ലാവരും പാടത്തേക്ക് എന്താണ്? നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ്. അടുത്തൊരു പദ്ധതി കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. ഇത് ചോദിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ്. ഇത് ചോദിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് ചോദിച്ചത് താഴെ കൊടുത്തിട്ടുള്ള ഏത് സാഹചര്യത്തിലാണ് ഈ സുഭിക്ഷ കേരളം പദ്ധതി അവതരിപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം
പ്രളയം വന്നിട്ടുണ്ടായിരുന്നു. പ്രളയത്തിന് ശേഷമാണോ കോവിഡ് വന്നപ്പോഴാണോ എന്നുള്ള രീതിയിലായിരുന്നു ആ ചോദ്യം വന്നിട്ടുണ്ടാവുക. അപ്പോൾ പലരും പ്രളയമാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രളയം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇത് കോവിഡിൻ്റെ സാഹചര്യത്തിലാണ് ഈ ഒരു സുഭിക്ഷ കേരളം പദ്ധതി പ്രഖ്യാപിക്കുന്നത്. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ അവിടെ പറയുന്നുണ്ട്, കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയായിരുന്നു സുഭിക്ഷ കേരളം. ഇത് ഇനിയും ചോദിച്ച ചോദ്യമാണ്, ഇനിയും വന്നേക്കാം. മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായി സുഭിക്ഷയാനം, നോക്കുക, സുഭിക്ഷയാനം എന്ന പേരിൽ പദ്ധതി ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയാണ്, അല്ലെ. മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായി സുഭിക്ഷയാനം എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ല ആലപ്പുഴയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് സഹകരിക്കുക. മാക്സിമം വീഡിയോ എല്ലാവരിലേക്കും എത്താൻ സഹകരിക്കുക. അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. നാട്ടുമാന്തോപ്പുകൾ, ഒരു സിനിമാ പേര് പോലെ തോന്നുന്നു അല്ലേ, നാട്ടുമാന്തോപ്പുകൾ. എന്താണ് നാട്ടുമാന്തോപ്പുകൾ? സുഗതകുമാരിയോടുള്ള ആദരസൂചകമായിട്ട് അല്ലെ കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പം നാട്ടുമാന്തോപ്പുകൾ എന്ന് പറഞ്ഞാൽ സുഗതകുമാരിയോട് ഉള്ള സൂചകമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. ഇനി ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സഞ്ജീവനി എന്ന് പറയുന്നത്, അല്ലെ. എന്താണ് ആ പദ്ധതിയുടെ പേര്? ജീവനി സഞ്ജീവനി എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ പേര് ഓർക്കുക. ഇതിന് ഈ സഞ്ജീവനി എന്നുള്ള വാക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്തൊരു പദ്ധതിയിൽ വരുന്നുണ്ട്, 1-2 പദ്ധതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജീവനി സഞ്ജീവനി എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ്. ഇനി ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യബെഡ് ആരംഭിച്ച മത്സ്യബെഡ് ആരംഭിച്ച പദ്ധതിയാണ് അന്തിപ്പച്ച. അപ്പൊ അന്തിപ്പച്ച എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ഓർമ്മ വരണം? മത്സ്യം ഓർമ്മ വരണം, അല്ലെ. ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യബെഡ് ആരംഭിച്ച പദ്ധതിയാണ് അന്തിപ്പച്ച എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോജക്റ്റാണ് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം എന്ന് പറയുന്നത്, അല്ലെ. ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം. അപ്പോൾ ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം വെച്ച് എല്ലാ വീട്ടുകാരും ഒരു കയർ ഉൽപ്പന്നം മേടിക്കാൻ തുടങ്ങിയാൽ കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിക്കും, അല്ലെ. അത് തന്നെയാണ് ആ പദ്ധതിയുടെ ഉദ്ദേശവും. എന്താണ്? കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോജക്റ്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പദ്ധതിയാണ് സഞ്ജീവനി. നേരത്തെ ജീവനി സഞ്ജീവനി പറഞ്ഞു, അല്ലെ. ലോക്ക്ഡൗൺ കാലത്ത് പഴം, പച്ചക്കറി വിപണനം, അത് അല്ലെ, പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കാനുള്ള, അത് ഓൺലൈൻ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ. ഓൺലൈനിലൂടെ, അതായത് ലോക്ക്ഡൗൺ കാലത്ത് ഓൺലൈനിലൂടെ ആയിരുന്നല്ലോ എല്ലാം മേടിക്കുന്നത്. അപ്പോൾ ഓൺലൈനിലൂടെ ലഭ്യമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയായിരുന്നു ജീവനി സഞ്ജീവനി എന്ന് പറയുന്നത്, അല്ലെ. ഇവിടെ പറയുന്നത് വെറും സഞ്ജീവനിയാണ്. ഇതെന്താണ്? ഈ സഞ്ജീവനി എന്താണ്? ഇത് ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ്. ശരിക്കും എന്താണ് ഔഷധ വ്യാപന പദ്ധതി? ആരാണ്? ദേശീയ ഔഷധ സസ്യ ബോർഡാണ് അവരുടെ സാമ്പത്തിക സഹായത്തോടെ 2002 അല്ലെ ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ് സഞ്ജീവനി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേരാണ് കിസാൻ അഭിമാൻ. ഞാൻ കേരള സർക്കാർ എന്ന് എടുത്തു പറയാൻ കാരണം കിസാൻ അഭിമാൻ എന്ന് കേൾക്കുമ്പോൾ ഹിന്ദി ടച്ച് തോന്നും. പക്ഷെ അത് അങ്ങനെയല്ല എന്നറിയാനാണ് കേരള സർക്കാരാണ് ഈ പദ്ധതി അവതരിപ്പിച്ച പെൻഷൻ പദ്ധതി കൂടിയാണ് കേട്ടോ. പെൻഷൻ പദ്ധതി കൂടിയാണ് ഇതെന്നറിയാനാണ് കേരള സർക്കാർ എന്ന് എടുത്തു പറഞ്ഞത്. ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്, അല്ലെ. ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേരാണ് കിസാൻ അഭിമാൻ. അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികൾക്കായുള്ള പദ്ധതികളാണ്. ഇത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ഏതോ ഒരു പരീക്ഷയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീടൊരു വിദ്യാലയം എന്നൊരു പദ്ധതിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. വീട് ഒരു വിദ്യാലയം എന്ന പദ്ധതി. ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്നതാണ്, അല്ലെ. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വീടൊരു വിദ്യാലയം എന്ന് പറയുന്നത്. അതുപോലെ ഒരു നിനവെന്നൊരു പദ്ധതിയുണ്ട്. ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് വനിതാ ശിശുക്ഷേമ വകുപ്പാണ്.
എന്തിനാണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാനാണ്. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് നിനവ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. നോട്ട് ചെയ്യണം, നിനവ് എന്നാണ്. അല്ലെ, കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലുണ്ടായിരുന്നല്ലേ, മൊബൈൽ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടി, അല്ലെ, 1ലോ 2ലോ അങ്ങനെ ഏറ്റവും താഴെത്തട്ടിലെ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്, അല്ലെ. അപ്പോൾ കുട്ടികൾക്ക് ഒരു ചെറിയ പ്രഷർ പോലും താങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് നിനവെന്ന് പറയുന്നത്, അല്ലെ. ഇത്തരത്തിലൊരു പദ്ധതി തുടങ്ങേണ്ട വകുപ്പ് വനിതാ ശിശുക്ഷേമ വകുപ്പ് തന്നെയാണ്, അല്ലെ. ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാവുന്ന ഒരു പോയിന്റാണ്. നമുക്കറിയാം വിമുക്തി എന്ന് പറയുന്നത് ലഹരി വിമോചന പദ്ധതിയാണ്, അല്ലെ. ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റാണ്. അടുത്തത് യോദ്ധാവ് എന്ന് പറയുന്നത് ഒരു ആപ്പാണെന്നറിയാം, അല്ലെ. ആപ്പ് യോദ്ധാവ് എന്തിന്റെ ആപ്പാണ്? കേരള സർക്കാർ, അല്ലെ. കേരള സർക്കാർ ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്, അല്ലെ. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുള്ള ആപ്പാണ് യോദ്ധാവ് എന്ന് പറയുന്നത്. അപ്പോൾ യോദ്ധാവ് എന്ന് പറയുന്നത് ഒരു ആപ്പാണ്, ആപ്ലിക്കേഷനാണ്, അല്ലെ. കേരള സർക്കാർ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പാണ് യോദ്ധാവ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് കുറച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരെണ്ണമാണ്. കൺഫ്യൂഷൻ വരാം, പക്ഷെ അതേപോലെ തന്നെ നമുക്ക് ചോദിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഉദാഹരണത്തിന് പഞ്ച് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. പഞ്ച് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ബോക്സിങ്ങിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി, എങ്ങനെയാണ് ബോക്സിങ്ങിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ചെറുപ്പത്തിൽ തന്നെ പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് പഞ്ച്. ഇനി പെൺകുട്ടികളുള്ള അമ്മമാരൊന്ന് ശ്രദ്ധിക്കുക, അല്ലെ. നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ബോക്സിങ്ങിലൊക്കെ എന്തെങ്കിലും ഒരു താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർ കായിക വകുപ്പിനൊരു പദ്ധതിയുണ്ട്, പഞ്ച് എന്നാണ് ആ പദ്ധതിയുടെ പേരെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അല്ലെ. എന്നിട്ട് ആ പദ്ധതിയിൽ ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കുക. അപ്പൊ എന്താണ്? ബോക്സിങ്ങിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ചെറുപ്പത്തിൽ തന്നെ പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് പഞ്ച് എന്ന് പറയുന്നത്. ഇത് കായിക വകുപ്പിന്റെ പദ്ധതിയാണ്. അടുത്ത ഒരെണ്ണമാണ് കിക്ക് ഓഫ് എന്ന് പറയുന്നത്. ഇത് ഫുട്ബോൾ കളിക്കാൻ ഫുട്ബോൾ ഇഷ്ടമുള്ള കുട്ടികളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, അല്ലെ. മാതാപിതാക്കളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. ഫുട്ബോൾ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനുള്ള കേരള ഇതും സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്, കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് കിക്ക് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ബോക്സിംഗ് താല്പര്യമുള്ള പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യും? അവരെ പഞ്ച് എന്നുള്ള പദ്ധതിയിൽ ചേർക്കാം. ഇനി ഫുട്ബോൾ താല്പര്യമുള്ള കുട്ടികളുള്ള മാതാപിതാക്കളാണെങ്കിൽ അവരെ കിക്ക് ഓഫ് എന്ന പദ്ധതിയിൽ ചേർക്കാം. ഇനി അടുത്തത് ബാസ്കറ്റ് ബോൾ കളിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവരെ ഹൂപ്സ് എന്നൊരു പദ്ധതിയിൽ ചേർക്കാം. ഇതും ഏതാണ്? കായിക വകുപ്പിന്റെ പദ്ധതിയാണ്, അല്ലെ. അപ്പൊ പഞ്ച് ബോക്സിങ്, കിക്ക് ഓഫ് ഫുട്ബോൾ, അതുപോലെ ബാസ്കറ്റ് ബോളിന്റെയാണ് ഹൂപ്സ് എന്ന് പറയുന്നത്, ഹൂപ്സ്, അല്ലെ. ഇനി അടുത്തൊരു പദ്ധതി നമുക്ക് നോക്കാം. അത് 5 മുതൽ 12 വരെയുള്ള പ്രായത്തിലാണ്. 5 മുതൽ 12 വരെയുള്ള പ്രായവിഭാഗത്തിൽ കായിക അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി, അതായത് സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് സ്പ്രിന്റ് എന്ന് പറയുന്നത്, അല്ലെ. ഇനിയിപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസിൽ താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കുക, സ്പോർട്സിലാണ് താല്പര്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പദ്ധതിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാം? സ്പ്രിന്റ് എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാം, അല്ലെ. സ്പ്രിന്റ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച ഒരു 3 പദ്ധതി ഇതാണ്. ഒന്ന് പഞ്ച്, അത് ബോക്സിംഗിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി പരിശീലനം എടുക്കുന്ന സ്പോർട്സ് വകുപ്പിന്റെയാണ്. അതേപോലെ കിക്ക് ഓഫും സ്പോർട്സ് വകുപ്പിന്റെ തന്നെയാണ്. അതെന്താണ്? ഫുട്ബോളിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കിക്ക് ഓഫ്. ഇനി ബാസ്കറ്റ് ബോളിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹൂപ്സ് ആണ്, അല്ലെ. ഹൂപ്സ് എന്ന പദ്ധതി അതും സ്പോർട്സ് വകുപ്പാണ്. ഇനി എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസിൽ താല്പര്യം ഉണ്ടെങ്കിൽ സ്പ്രിന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ചേർക്കാവുന്നതാണ്, അല്ലെ. ഇനിയിപ്പോൾ അടുത്തൊരു നോക്കുക. അക്കാദമിക മികവിനൊപ്പം വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉണർവ് കൂടി വളർത്താനും മാനസിക പിരിമുറുക്കം, അല്ലെ, ടെൻഷൻ ലഘൂകരിക്കാനും വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടിയെ മികച്ച ഒരു കുട്ടിയാക്കി മാറ്റുന്നതിനുള്ള ഒരു പദ്ധതിയാണ്, അല്ലെ. അക്കാദമിക് മികവിനൊപ്പം വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉണർവ് കൂടി, അല്ലെ, അതായത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ കൂടെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ടെൻഷനൊക്കെ കുറച്ചുകൊണ്ട് അവരെ ഒരു മികച്ച ഒരു കുട്ടിയാക്കി, മികച്ച ഒരു വിദ്യാർത്ഥിയാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം എന്ന് പറയുന്നത്. ഇനി അടുത്തത് യെല്ലോ ലൈൻ എന്നാണ്, അല്ലെ. യെല്ലോ ലൈൻ, അല്ലെ. ലക്ഷ്മണ രേഖ എന്ന് പറഞ്ഞ പോലെ ഒരു രേഖയാണ് യെല്ലോ ലൈൻ, അല്ലെ. എന്തിനാണ് ഈ യെല്ലോ ലൈൻ വരച്ചിട്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഇതൊരു പദ്ധതിയുടെ പേരാണ് കേട്ടോ, യെല്ലോ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? വിദ്യാലയ പരിസരങ്ങൾ
പുകയില വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ യെല്ലോ ലൈൻ. അപ്പോൾ വിദ്യാലയ പരിസരങ്ങളിൽ ലഹരിയില്ല എന്ന് ഉറപ്പാക്കാൻ ഒരു യെല്ലോ ലൈൻ വരച്ചു എന്നൊക്കെ ആലോചിക്കുക അല്ലെ. യെല്ലോ ലൈൻ പദ്ധതി വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ എന്ന് പറയുന്ന പദ്ധതി. ഇനി അടുത്ത ഒരു പദ്ധതി നമുക്ക് നോക്കാം. ബാലവേല. കണ്ടല്ലോ, ഒരു കുട്ടി അല്ലെ, കുട്ടിയാണ് അല്ലെ, കുട്ടി എന്തോ ബാലവേല ചെയ്യാണ്. ബാലവേല ചൂഷണം, ബാലഭിക്ഷാടനം അല്ലെ, ബാലവേല ചൂഷണം, ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായി കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം എന്ന് പറയുന്ന പദ്ധതി അല്ലെ. ശരണബാല്യം എന്താണ്? ബാലവേല, ബാലചൂഷണം, ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായി കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ നമ്മളിന്ന് തുടക്കമാണ്, ആദ്യത്തെ ക്ലാസ് ആണ്. നമുക്കിന്ന് ഇത്രയും കൊണ്ട് നിർത്താം. നമുക്ക് ബാക്കി തുടർന്നെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ടോപ്പിക്കുകൾ ഇതാണ്. എല്ലാ ടോപ്പിക്കുകളും എടുക്കും, എന്നാലും കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഈ കേരളം അല്ലെ, ഭരണവും ഭരണ സംവിധാനങ്ങളും, സുപ്രധാന നിയമങ്ങൾ, അതേപോലെ സയൻസ് ടോപ്പിക്ക്, കല, സാഹിത്യം, ശാസ്ത്രം, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. പ്രസ്താവന ചോദ്യങ്ങൾ എല്ലാ ദിവസവും ഒഴിവാക്കുന്നൊന്നുമില്ല. പ്രസ്താവന ചോദ്യങ്ങൾ 20 എണ്ണം വരെ ചെയ്യാനുണ്ട്, 6 എണ്ണം വരെ ചെയ്തിട്ടുള്ളൂ. അതും നമ്മൾ ഈ പറയുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇടും. അതേപോലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പോകുന്നുണ്ട്. അതായത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക ചാനലിൽ. പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക, ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തട്ടെ. കാരണം അത്ര റിസ്ക് എടുത്തിട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്ത് പ്രോബ്ലം വരെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാവർക്കും പ്രയോജനം കിട്ടട്ടെ. അതുകൊണ്ട് ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. താങ്ക് യു.